ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എൻ്റെ മോർണിംഗ് റുട്ടീനാണ്. അതായത് 5:30 മണി മുതലുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ മക്കൾക്ക് ഇന്ന് സ്കൂളും കോളേജൊക്കെ ഉള്ള ദിവസമാണ്. അപ്പോൾ മക്കൾക്ക് ലഞ്ച് കൊണ്ടുപോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സിമ്പിളായിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുണ്ട്. ഇടിയപ്പവും ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിനുള്ള ഗ്രീൻ പീസൊക്കെ ഞാൻ തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് വേവിച്ച് ഒന്ന് വഴറ്റി ഒന്ന് റെഡിയാക്കാറുണ്ട്. പിന്നെ ഇടിയപ്പം ഉണ്ടാക്കണം. അങ്ങനെ കുറച്ച് തിരക്കിട്ട പണികളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അങ്ങനെ ഗ്രീൻ പീസ് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട് വെള്ളമൊഴിച്ച് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇടിയപ്പത്തിൻ്റെ മാവിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കുകയാണ്. ഇപ്പോൾ 3 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിൽ 2 കപ്പ് പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ കുറച്ച് ലൂസാക്കി ഉണ്ടാക്കിയാൽ കുഴച്ചെടുക്കാനൊക്കെ എളുപ്പമാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വെള്ളം ചേർക്കുന്നത്. പിന്നെ ചൂടാറി കഴിയുമ്പോഴത്തേക്കും ചെറിയ ഒരു ടൈറ്റ് ആവുകയും ചെയ്യും. ഇന്ന് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുന്നത് ഇതിലാണ് കേട്ടോ. ഞാൻ ഇടിയപ്പം മേക്കർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഐബലിൻ്റെ ആണ് കേട്ടോ ഇടിയപ്പം മേക്കർ. നല്ല അടിപൊളി സാധനമാണ്. നല്ല നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാനും പറ്റും. 1 ഇയർ വാറണ്ടിയാണ് വരുന്നത്. ഇത് ഇതിൻ്റെ ചാർജറാണ്. നമുക്കിത് ചാർജ് ചെയ്ത് വെച്ചിട്ട് വേണം കേട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ അച്ചുകളാണിത്. പല മോഡലിൽ പല ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതൊരു മെഷറിംഗ് കപ്പാണ്. നമുക്ക് അളന്ന് ഇടിയപ്പത്തിന് വെള്ളമൊക്കെ എടുക്കുമല്ലോ, അത് അളന്നെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇടിയപ്പം മേക്കർ. ഗണ്ണ് പോലത്തെയാണ് കേട്ടോ. പലരും കണ്ടിട്ടുണ്ടാവും. ഫോർവേഡ്, സ്റ്റോപ്പ്, റിട്ടേൺ, അങ്ങനെ 3 സ്വിച്ചുകളാണ് കേട്ടോ വരുന്നത്. ഓണാക്കുന്നത് ഫോർവേഡ് നോക്കിയിട്ടാണ് നമ്മളിത് ഓണാക്കുന്നത്. മാവ് വെച്ചതിന് ശേഷം നമ്മൾ ലോക്ക് ചെയ്തിട്ട് ഫോർവേഡ് നോക്കുമ്പോൾ ഇത് ഓണാവും. അതുപോലെ ഇടയ്ക്ക് നിർത്തണമെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് എന്ന് ബട്ടൺ അമർത്തിയാൽ മതി. അതിനുശേഷം നമുക്ക് മാവ് തീർന്നു കഴിഞ്ഞപ്പോൾ റിട്ടേൺ എടുക്കണമല്ലോ. അപ്പോൾ അതിന് റിട്ടേൺ എന്ന ബട്ടൺ അമർത്തിയാൽ ഇത് റിട്ടേൺ ഇങ്ങനെ വരുന്നതാണ്. ഇതിപ്പോൾ നമ്മുടെ വീഡിയോയിൽ കാണുന്നത് പോലെയാണ് കേട്ടോ. ഇതേപോലെയാണ് വരുന്നത്. അതിനുശേഷം നമ്മൾ ക്യാപ്പ് ഊരി അതിന് വീണ്ടും മാവ് നിറച്ചിട്ട് വീണ്ടും ഫിറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഫോർവേഡ് നിൽക്കുക. അങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഉണ്ടാക്കുന്ന സമയത്ത് ഇത് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് വെക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഇടിയപ്പം മേക്കർ ഞാൻ ചാർജിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഫ്രൈഡ് റൈസിനുള്ള അരി ഞാൻ വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നേരം ഒരു അരമണിക്കൂറൊക്കെ കിടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഗ്രീൻ പീസിനുള്ള സവാളയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. തക്കാളിയും പച്ചമുളകും സവാളയും വഴറ്റിയിട്ട് പൊടികളൊക്കെ ഇട്ടിട്ട്, പൊടികൾ ഒരു അല്പം മാത്രമേ ഇട്ടുള്ളൂ കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും പിന്നെ മസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് വഴറ്റിയിട്ട് അത് ഗ്രീൻ പീസിലേക്ക് നേരെ ഇട്ട് കൊടുക്കും. പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കും. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടിപൊളി ഗ്രീൻ പീസ് കറിയാണ്. ഇവിടെ ഇങ്ങനെ വെച്ചാലാണ് എല്ലാവർക്കും ഇഷ്ടം. വേറെ ഏത് രീതിയിൽ വെച്ചാലും ആർക്കും ഇഷ്ടാവില്ല. ഇടിയപ്പത്തിൻ്റെ മാവ് ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇടിയപ്പം ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അച്ചൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെയാണ് കേട്ടോ ഇടിയപ്പത്തിൻ്റെ മാവ് നിറച്ച് കൊടുക്കുന്നത്.
അപ്പോൾ ഞാൻ നിറച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫോർവേഡ് എന്ന ബട്ടൺ അമർത്തുക. എന്നിട്ട് ഇതേപോലെ ചുറ്റിച്ചെടുത്താൽ മതി. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം സ്റ്റോപ്പ് നിൽക്കാൻ മതി കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇങ്ങനെ ചുറ്റിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് റിട്ടേൺ എന്ന ബട്ടൺ അമർത്തി കൊടുക്കാം. അതിനുശേഷം ആ ക്യാപ്പ് ഊരിയിട്ട് വീണ്ടും മാവ് നിറച്ചിട്ട് വീണ്ടും ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇടിയപ്പം എല്ലാം റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇപ്പോൾ സ്റ്റോപ്പായിട്ടുണ്ട്. ഇനി നമുക്കിത് ഊരിയിട്ട് വീണ്ടും മാവ് നിറച്ചിട്ട് വീണ്ടും ഫിറ്റ് ചെയ്തിട്ട് ഫോർവേഡ് ബട്ടൺ അമർത്തി നമുക്കിതേപോലെ ചുറ്റിച്ചെടുക്കാം. അങ്ങനെയെല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം. അങ്ങനെ ഇടിയപ്പമൊക്കെ റെഡിയാക്കി വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്രൈഡ് റൈസിനുള്ള അരിയൊന്ന് ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനതിലേക്ക് ഉപ്പും ഓയിലൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബാക്കിയുള്ള മാവും കൂടി ഞാൻ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വെച്ച ഇടിയപ്പമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത് വെച്ച ഇടിയപ്പം കൂടി ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അങ്ങനെ ഗ്രീൻ പീസും വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞാനതിലേക്ക് സവാള തക്കാളിയൊക്കെ വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങാപ്പാലും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ മക്കൾക്ക് പോകാനുള്ള സമയമായി വരുന്നുണ്ട്. ചായക്ക് വേണ്ടിയിട്ടുള്ള പാലും വെള്ളവും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള ക്യാരറ്റും ബീൻസും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വേറൊന്നും ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ സെലറിയും സ്പ്രിംഗ് ഓണിയനും കട്ട് ചെയ്തത് അത് ഫ്രിഡ്ജിലുണ്ട്, അപ്പോൾ അത് ഇട്ട് കൊടുത്താൽ മതി ആ സമയത്ത്. അപ്പോൾ ചായയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി മക്കൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കട്ടെ. അങ്ങനെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കലാണ്. ഇപ്പോൾ ഹസ്ബൻഡ് നേരത്തെ തന്നെ പോകും കേട്ടോ. മക്കളെ വിട്ടതിന് ശേഷം വീട് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് നേരത്തെ തന്നെ മക്കളെ വിട്ടതിന് ശേഷം അങ്ങോട്ട് നേരെ പോവും. ഫ്രൈഡ് റൈസ് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ സവാള വെളുത്തുള്ളിയൊക്കെ വഴറ്റിയിട്ട് അതിലേക്ക് ബീൻസും ക്യാരറ്റൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മൂന്ന് മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുരുമുളക് പൊടി, സോയാ സോസ്, ഉപ്പൊക്കെ ചേർത്തിട്ട് അതും സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേവിച്ച് വെച്ച അരിയും സെലറി സ്പ്രിംഗ് ഓണിയൻ എല്ലാം ചേർത്തിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ മക്കൾക്ക് ഇത് വലിയ ഇഷ്ടമാണ് കേട്ടോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അതുപോലെ മക്കളുടെ ഫ്രണ്ട്സിനാണെങ്കിലും നല്ല ഇഷ്ടമാണ്, അതുകൊണ്ടാണ് കൂടുതൽ വെച്ചിട്ടുള്ളത്. അങ്ങനെ എല്ലാവരും പോയി. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. പിന്നെ കിച്ചണൊക്കെ ഒന്ന് ഒതുക്കാനുണ്ട്. രാവിലത്തെ തിരക്കിട്ട പണികളും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ നമ്മുടെ കിച്ചണിൻ്റെ അവസ്ഥയാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. പിന്നെ വെക്കാനുള്ളതൊക്കെ എല്ലാം അത് ആ സ്ഥാനത്ത് വെക്കണം. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകണം. അപ്പോൾ ഞാനെല്ലാം വർക്ക് ഏരിയയിൽ വെച്ചാണ് കഴുകുന്നത്. കപ്പുകളും ഗ്ലാസ്സുകൾ അങ്ങനെ പ്ലേറ്റുകളൊക്കെ ഞാൻ ഇവിടെ തന്നെയാണ് കഴുകുന്നത്. അല്ലാത്ത വലിയ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ വർക്ക് ഏരിയയിൽ വെച്ചിട്ട് കഴുകി അവിടെ തന്നെയാണ് വെക്കുന്നത്. പിന്നെ അകത്തൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട്, അതായത് ഒന്ന് അടിച്ച് ഇടാനുണ്ട്. പിന്നെ ജസ്റ്റ് ഒന്ന് ഒതുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. ഒതുക്കിയിട്ട് പിന്നെ ലഞ്ചിനുള്ള കാര്യങ്ങൾ നോക്കണം. ഓരോന്നായിട്ടൊക്കെ ചെയ്തെടുക്കാം.
അങ്ങനെ അകത്തെ ക്ലീനിങ്ങും ഒതുക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഇനി ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളെല്ലാം നോക്കാനുണ്ട്. ഞാൻ ചോറ് കുക്കറിലാണെന്ന് വെക്കുന്നത്. അപ്പോൾ അത് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെണ്ടക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ മത്തങ്ങയും ചെറുപയറും കൂടി തേങ്ങ അരച്ച് വെക്കുന്നുണ്ട്. പിന്നെ മീൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കേരയാണ് കിട്ടിയിട്ടുള്ളത്, അതൊന്ന് മുളകിട്ട് വെക്കണം, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഓരോന്നായിട്ട് ഞാൻ ചെയ്തെടുക്കട്ടെ. അങ്ങനെ നമ്മുടെ മീൻകറി റെഡിയായി. അതുപോലെ തന്നെ മത്തങ്ങയും പയറും കൂടി അതും റെഡി ആയിട്ടുണ്ട്. പിന്നെ വെണ്ടക്ക മെഴുക്ക് പുരട്ടി അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മത്തങ്ങ താളിച്ച് ഒഴിക്കാനുണ്ട്, അതും കൂടി കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ഉച്ചക്കത്തെ പരിപാടികളെല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് ആ കിച്ചണും കൂടി ഒന്ന് അടിച്ചിട്ടാൽ നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം ഒരു 12:15 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബെഡ്ഷീറ്റ് കൂടി ഒന്ന് ഇടാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.